യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഐ ഗ്രീറ്റ് യു ഓൾ ഇൻ ദ പ്രഷ്യസ് നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് പകൽ നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യത്തെ സർവീസിൽ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നെങ്കിലും ആത്മനിയോഗമുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം വചനം സംസാരിക്കുവാൻ കർത്താവ് ഒരു അവസരം തരും. അത് കർത്താവ് അത്ഭുതകരമായി അങ്ങനെ ഒരു അവസരം തന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ഫിസിക്കലി ഹാളിൽ നിൽക്കാതെ ഇങ്ങനെ ലൈവിൽ വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാൽ കർത്താവ് ഇപ്പോഴത്തെ എൻ്റെ മെഡിക്കൽ സിറ്റുവേഷൻ അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സാങ്ച്വറിയിൽ വരാതെ ഇവിടെ നിൽക്കുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല. ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്ന വചനമാണ്. ഇന്ന് എന്നെ ഏൽപ്പിച്ച ദൈവാലോചന നിങ്ങളോടൊക്കെ പങ്കുവെക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു അനുഗ്രഹമായി തീരും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയത്തില്ലെങ്കിലും ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ക്യാൻ വി ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് താങ്ക് ദ ലോർഡ്? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ അതിനകത്ത് ഉഴപ്പ് കാണിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും കൈ കൊട്ടാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ കൈ കൊട്ടി ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഉറക്കെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമ്പോഴൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. കാരണം ഒരു സമയം അതിന് അവസരം ഇല്ലാത്തൊരു സമയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തിപ്പോയ കാലങ്ങളും സമയങ്ങളെപ്പറ്റി. അതുകൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അല്പസമയം കർത്താവ് ഏൽപ്പിച്ച ആലോചന നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത്. I want to just share what the Lord has put in my heart. I know that this international service. I will try to speak in both languages because translation is not going to work the way I'm speaking. So അതുകൊണ്ട് രണ്ട് ഭാഷയിൽ ഞാൻ ഒരുമിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആസ് എ ചർച്ച് വി ആർ ഗോയിങ് ത്രൂ സം ചാലഞ്ചസ്. നമ്മൾ ചില ചലഞ്ചുകളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വിഷയമാണ് ഫോക്കസ് എങ്കിലും പലരും രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലരുടെയും ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ നേരിടുന്നതായിട്ട് നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ജയമുണ്ട്. കാരണം നമ്മൾ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, ജീസസ് said, I will build my church and the gates of the Hades will not prevail against it. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അപ്പം നമുക്ക് യുദ്ധമുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് വെല്ലുവിളികളുണ്ട്. എന്നാൽ യുദ്ധം ചെയ്യുന്ന നമ്മളല്ല, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നമ്മുടെ യഹോവയായ കർത്താവാണ്. അതുകൊണ്ട് നമ്മൾ ജയിക്കും. അതുകൊണ്ട് പല റെലംസിൽ നിന്ന് നമുക്ക് ബാറ്റിൽസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. എസ്പെഷ്യലി ദിസ് ഇയർ ആസ് വി ഹാവ് ഗോൺ ഔട്ട് ഇൻ ടു ദ വേൾഡ്, ലോകത്തിലേക്ക് കടന്നുപോയി സുവിശേഷവുമായിട്ടൊക്കെ പോയപ്പോൾ അതിൻ്റെതായ പലവിധമായ വെല്ലുവിളികളുണ്ട്. അതൊന്നും ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അയച്ചത് നമ്മുടെ കർത്താവാണെങ്കിൽ, ഇഫ് ദ ലോർഡ് ഹാസ് സെൻറ്റ് us, he is the one who is going to back us up. നമ്മുടെ ബാക്കപ്പ് തരുന്നത് നമ്മുടെ ദൈവമാണ്. ഒരു പട്ടാളം യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ബാക്കപ്പിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി ആ രാജ്യത്തിൻ്റെ ഉള്ളതുപോലെ തന്നെ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട സകല ബാക്കപ്പും തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ആരുടെയും ഉള്ളിൽ പിശാച് ഭീതി കൊണ്ടുവരാൻ അനുവദിക്കരുത്. ലെറ്റ് ഫിയർ നോട്ട് കം ഇൻ ടു എനിവൺസ് ഹാർട്ട് തിങ്കിങ് ദാറ്റ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം നമ്മുടെ ദൈവം നമുക്ക് ജയം നൽകുന്ന ദൈവമാണ്. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മുമ്പേ പോകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഏത് സാഹചര്യം നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വന്നാലും, വാട്ട് എവർ മേ ബി ദ സർക്കംസ്റ്റാൻസസ്, ബട്ട് ലെറ്റ് us മേക്ക് ഷുവർ we stand strong in the Lord. ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ പൂർണ്ണ ധൈര്യത്തോടെ നിൽക്കണം. കാരണം ജയം നമുക്കുള്ളതാണ്. We are going to be victorious. ഞാൻ ഇന്ന് പകൽ സമയം ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു വിഷയമാണ്. ലിവിങ് ഫോർ ക്രൈസ്റ്റ് is what I want to share with you. I want to read Philippians chapter 1 verses 21 to 24 in the beginning. ഫിലിപ്പിയ ലേഖനം 1 അധ്യായത്തിൻ്റെ 21 മുതൽ 24 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാനാണ് എൻ്റെ മുമ്പിലുള്ള സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. It says like this, for to me to live is Christ and to die is gain. If I am to go on living in the body, this will mean fruitful labor for me. Yet what shall I do not know. I am torn between the two. I desire to depart and be with Christ, which is better by far, but it is more necessary for you that I remain in the body. ഞാൻ ഈ വാക്യം ചർച്ചിൽ വാട്സപ്പിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചൊരു ഭാഗമാണ്. എൻ്റെ ഡയഗ്നോസ് വന്നു കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ദിവ്യ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, റൂമിൽ പോയി കഴിഞ്ഞ് ഞാൻ രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ
ഞാൻ ചർച്ചിൽ നേരത്തെ പറഞ്ഞതാണ്, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് മുമ്പ് തന്നെ ദൈവം ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം എനിക്ക് തന്നു. ജൂലൈ 17 നമ്മുടെ മെർലിൻ്റെ സ്നാനമൊക്കെ കഴിഞ്ഞ് അന്ന് വൈകിട്ട് 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഹിന്ദി സർവീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വൈകിട്ടത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ കിടന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം ഒരു ദർശനം എനിക്ക് തന്ന. ദർശനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല. പക്ഷേ ആ ദർശനത്തിൻ്റെ അവസാനം കർത്താവ് എന്നെ ഒരു ജേർണി കൂടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ മനസ്സിലുള്ളപ്പോൾ ഈ ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ ദൈവത്തോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഞാൻ ദൈവത്തോട് അങ്ങനെ ചോദിച്ചില്ല ഇതുവരെ. എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം ചോദിച്ചില്ല. കാരണം അങ്ങനെ ചോദിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നിട്ടില്ല. കാരണം ഞാൻ ആദ്യത്തെ സർവീസിൽ പറഞ്ഞ പോലെ 25 years സിൻസ് ഐ കെയിം ടു ക്രൈസ്റ്റ്, ദി ലോർഡ് ഹാസ് ലെഡ് മീ വണ്ടർഫുള്ളി. കർത്താവ് എന്നെ അത്ഭുതകരമായി 25 വർഷം നടത്തി. ഇനിയും ദൈവം നടത്തും, അതിനകത്ത് എനിക്കതിനകത്ത് ആശങ്കയൊന്നുമില്ല. പക്ഷേ ദൈവം ഒരു യാത്രയിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ അതിനെക്കുറിച്ചൊരു ദർശനം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് തന്നതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ചോദിച്ചു, കർത്താവേ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? കാരണം സാധാരണ ഇങ്ങനെയൊക്കെ ഡയഗ്നോസ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ വരും. പലരും എന്നെ വിളിച്ച് ചോദിക്കും. One of the things I realized during this whole process is a lot of people have less confidence in God. Sometimes you talk to people and they drain your faith. ചില വിളിച്ചു പറയും, ഞാൻ ജീവിക്കും, ഞാൻ മരിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മരിക്കാൻ വേണ്ടിയല്ല, കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ പലരും പല ഇമോഷൻസ് ആണ്. പീപ്പിൾ ഗോ ത്രൂ ഡിഫറെൻറ്റ് ഇമോഷൻസ്. പക്ഷേ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നല്ല, so if my life is going to be over, nothing is going to happen at my workplace. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. They will replace me. Then I said, Lord, what about the church? ഞാൻ വളരെ സ്നേഹിക്കുന്ന സഭയാണ്, പയനിയർ ചെയ്ത. അതുപോലെ നമ്മൾ ഒരുമിച്ച്, നിങ്ങളാരും വിഷമിക്കല്ല ഞാനിത് പറയുമ്പോൾ. 11-12 years we have been together. I got an answer from the Lord. If you are not there, the church will have another pastor. വേറൊരു പാസ്റ്ററെ വേണം സഭയ്ക്ക് കിട്ടിയേക്ക, അല്ലെങ്കിൽ വേറെ ആൾക്കാർ റെസ്പോൺസിബിലിറ്റി എടുത്ത് സഭ മുമ്പോട്ട്. കാരണം സഭ ദൈവത്തിൻ്റെയാണ്. MBA is not attached to me. MBAയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ദൈവം എനിക്കിപ്പോൾ തന്നിട്ടുണ്ടെങ്കിലും, this church is Jesus. And church will continue to go on even if I'm not there. Church will go on. I said, what about the other ministry? Ministry can also replace me. ICPF or other ministries can actually replace me. In fact, as I got sick, they tried, Lord, I am still involved in all those ministries. ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഇൻവോൾവ് തന്നെയാണ്. ഇന്നലെയും ഞാനൊരു മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. ഇന്നലെയും മുമ്പോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഞാനൊന്നിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല. പഴിയെന്നുള്ള ശരീരത്തിൽ ദൈവം ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോയ സമയത്ത് കുറച്ച് സമയം മാറി നിന്നെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തെങ്കിലും ചർച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഏൽപ്പിച്ചത് കൊണ്ട് സഹോദരന്മാർ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഐ ഡിഡ്ന്റ് ഹാവ് ടു കം ആൻഡ് അതിനകത്ത് പറ്റില്ല. ബട്ട് അതർവൈസ് ഐ എം കണ്ടിന്യൂയിങ്. പക്ഷെ അവിടെ പീപ്പിൾ ക്യാൻ റിപ്ലേസ്, റൈറ്റ്? എല്ലാം people can easily be replaced. Then I asked, Lord, what about my family? They're going to miss me, but God is going to take care of them. എൻ്റെ കുടുംബത്തെ പറ്റി ചിന്തിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതും ദൈവം എല്ലാ കാര്യങ്ങളും കരുതാൻ ശക്തനാണ്. അതും എല്ലാ കാര്യങ്ങളും God can take care of, very beautifully. I don't have to worry about that. But then finally, I came to a point where Jesus was telling me something. കർത്താവ് എന്നോടൊരു കാര്യം, നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുക. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിന്റെ ജോലിയിലോ നിന്റെ സഭയ്ക്കോ നിന്റെ മിനിസ്ട്രിക്കോ നീ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കോ ഒന്നുമല്ല. ആർക്കാണ് നിന്നെ ആവശ്യമെന്ന് ചോദിച്ചാൽ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഐ നീഡ് യു. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നീ ജീവിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമല്ല. ഐ നീഡ് യു. എനിക്ക് ആവശ്യമുണ്ട്. 25 വർഷം ഞാൻ നിനക്ക് അനുഭവങ്ങൾ തന്നു. 25 years I gave you experiences. 25 years I invested into your life. 25 വർഷം പല ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ നിന്നെ നയിച്ച് പല കാര്യങ്ങളിൽ നിന്നെ പഠിപ്പിച്ച് ഞാൻ കൊണ്ടുവന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തുവാനല്ല. എനിക്കിനിയും ഐ നീഡ് യു. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അവിടെയാണ് ഈ വേദഭാഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇന്ന് വരെ ഞാൻ അധൈര്യപ്പെട്ടിട്ടില്ല. ഇന്ന് വരെയും എനിക്ക് ആശങ്ക എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല. എൻ്റെ മനസ്സിൽ മറ്റ് ചിന്തകൾ വന്നിട്ടില്ല. ആൾക്കാർ എന്നെ വിളിച്ചിട്ട്
അവിശ്വാസത്തിന്റെ വാക്കുകൾ ഉളവാകുന്ന വാക്കുകൾ പറയുമ്പോഴും അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആരെക്കാൾ ഉപരിയായി എനിക്ക് വേണ്ടി പ്രാണൻ തന്ന, എനിക്ക് വേണ്ടി സ്വന്തം രക്തം തന്ന, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, എന്റെ 15-16 വയസ്സിൽ വ്യക്തമായ കാഴ്ചപ്പാടും അരുളപ്പാടും തന്ന് എന്നെ വിളിച്ചിറക്കി എന്റെ ദൈവം. അന്ന് ഞാൻ ആഴിയെന്നോർത്തില്ല, അന്ന് ഞാൻ ഒന്നും ചിന്തിക്കാതെ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചപ്പോൾ, അന്ന് മുമ്പും പുറകും കാണാതെ ഞാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ, when I left everything and started following Jesus at that age of 15 or 16, as at that age, that same Jesus, he is faithful, he still needs me. അവൻ എന്നെ ആവശ്യമുണ്ട്. ഈ ലോകത്തിലെ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ കാരണം എൻ്റെ ശരീരം ക്ഷയിച്ചു പോയാൽ, എൻ്റെ ശരീരത്തിന് അല്പ ബലഹീനതകളുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇനിയും ചിലപ്പം നിങ്ങൾ ഒരു പക്ഷേ എന്നെ കാണുമ്പോൾ അല്പസമയം വ്യത്യാസങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ആരും പേടിച്ചു പോകരുത്. അതിനാ ഇപ്പോഴേ പറയുന്നത്, ഡോണ്ട് ബി സ്കേർഡ് when you see me later. There may be some weaknesses in my body because of all the treatments and other things which may undergo in my body. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചോളം നാൾക്കുനാൾ അവന്റെ പുറമേ ഉള്ള മനുഷ്യൻ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. For a child of God, his external body may be fading away, it may be fading away, it may be becoming weaker and weaker, but inside he's been renewed, inside his strength has been renewed, because the power of God is in his life. ദൈവത്തിന്റെ ശക്തി അവന്റെ അകത്തുണ്ട്. Praise the Lord, hallelujah. അതുകൊണ്ട് ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. എന്ത് കേട്ടാലും നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. This is what I have the word for the church. Do not be dismayed with anything, do not be discouraged with anything, because one who is in us is greater than the one who is in the world. നമ്മളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതായിരിക്കാൻ നമുക്ക് സകലത്തിലും ജയിക്കുവാൻ കഴിയും. We will be able to be more than conquerors in everything. We will be able to have victory in our life. ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. God needs us. കാരണം God has a purpose for us. God is not finished with us. God is not done with us. എനിക്ക് ആ ദർശനം കിട്ടിയപ്പോൾ God told me that He is going to take me through a process. But it's a difficult process probably. It is very difficult for many. എനിക്കറിയാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് പലർക്കും വേദനയുടെ ഒരു അനുഭവമാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഇതുവരെയും ദൈവം അത്ഭുതകരമായി നടത്തി. And we will come out of it victoriously. ഇന്ന് ഞാൻ നിങ്ങളോട് മൊത്തത്തിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഒരു പാട്ടും കൂടെ എനിക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യത്തെ സർവീസിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു മാസമായിട്ട് പാടാൻ പറ്റുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ലായിരുന്നു, പല വിഷയങ്ങളുണ്ടായിരുന്നു. ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്യാനൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും അവസാനം ഒരു പാട്ട് പാടി സമർപ്പണത്തോടെ ഞാൻ ഇന്ന് ഈ മെസ്സേജ് അവസാനിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. I want to share some things with you. Come along with me. This is not a typical preaching, but I want to share my heart with you. Paulos Apostolന്റെ view of life. I was somebody who always spoke about eternal perspectives. മിക്കവാറും എൻ്റെ മെസ്സേജുകൾ അവസാനിക്കുമ്പോൾ നിത്യതയെപ്പറ്റി പറയാൻ ഞാൻ നിർത്താറില്ല. കർത്താവിൻ്റെ വരവിനെ പറ്റി പറയാറുണ്ട്. I will try my level best. കർത്താവ് ഇന്ന് രാത്രി വന്നാൽ എന്നുള്ള ഒരു വിഷയമല്ല, ഇന്ന് വന്നാൽ എന്നുള്ള വിഷയം. I used to always say that. And I always used to say, we have an eternal perspective. But നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, when we live in this life, we have lot of plans. നമുക്ക് ഒത്തിരി പ്ലാൻസ് ഉണ്ട്. Sometimes we look at our life circumstances and we make plans. ജീവിത സാഹചര്യങ്ങളെ കണ്ടിട്ടാണ് നമ്മൾ പ്ലാൻസ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രായം, നമ്മുടെ ലൈഫിൻ്റെ പല ജോബ്, ഡിഫറെൻറ്റ് തിങ്സ് വി മേക്ക് പ്ലാൻസ്. പക്ഷേ last 1 month has taught me that our security can only be found in Christ. ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് സുരക്ഷിതമുള്ളൂ. അതെന്താ ഞാൻ പറയുന്നതെന്ന് അറിയാമോ? Not because of my sickness. I spoke with people who are going through difficult times. പല ഒരു സഹോദരിയെ ഞാൻ കണ്ടു, ഒരു സ്റ്റാഫാണ്. അവർ 1.5 വർഷം ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോയതാണ്. അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത്, ദിസ് ഈസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ കൃപയാലുള്ള ഒരു ജീവിതമാണ്. നമുക്കൊരു ദിവസം ദൈവം തരുന്നുവെങ്കിൽ ഇത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ദിവസമാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ആ പെർസ്പെക്റ്റീവ് ഞാൻ ആ വാക്യങ്ങളെല്ലാം വായിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കാരണം എൻ്റെ ആഗ്രഹം ഇന്ന് പകൽ ഈ ഒരു മെസ്സേജ് കഴിയുമ്പോൾ നമുക്കൊരു സമർപ്പണം, we need to come to a surrender in our life, and we need to have a perspective about life which will align with the biblical view of things. And Paul's perspective of life, പൗലോസിൻ്റെ ആ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം, ആ വീക്ഷണത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്.
മരണം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. ഡെത്ത് ഈസ് നോട്ട് ആൻ ഇഷ്യൂ. ഹി സേസ് ടു ലീവ് ഈസ് ക്രൈസ്റ്റ്, ഡൈ ഈസ് ഗെയിൻ. മരിക്കുന്നത് ലാഭം, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഞാൻ ഈ വാക്യം ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഇത് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. ഐ ഹാവ് നെവർ അണ്ടർസ്റ്റുഡ് ദ വേ ഐ ആം അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് നൗ. ടു ഡൈ ഈസ് ഗെയിൻ. ആരെങ്കിലും പറയുമോ മരണം ലാഭമാണ്? നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യു ഓൾ ആർ പ്രേയിങ് ഫോർ മീ ദാറ്റ് ഗോഡ് വിൽ ഡെലിവർ മീ കംപ്ലീറ്റ്ലി, ആൻഡ് ഐ ബിലീവ് ദാറ്റ്. നമ്മളെല്ലാവരും എപ്പോഴും ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. വി ഓൾ വാണ്ട് ടു ലീവ് എ ലൈഫ് ഇൻ ദിസ് വേൾഡ്. നൺ ഓഫ് us want to die. ആരും മരിക്കുന്ന കാര്യത്തിൽ ആർക്കും ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ടു ലീവ് ഇസ് ക്രൈസ്റ്റ്. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇറ്റ്സ് എ ഗെയിൻ. ഇറ്റ്സ് എ ഗെയിൻ. I feel like the first century church and the people across the centuries have understood that. That is the reason they were willing to die for Christ. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ റെഡിയായത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? James was killed by the sword and Peter was in the jail to be killed again by Herod. അപ്പോസ്തലൻ വാളിനാൽ കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് പത്രോസിനെ ജയിലിലിട്ട് കൊല്ലാൻ വേണ്ടി സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. എന്നിട്ടും ഈ മാർഗത്തിന് വേണ്ടി തിരിച്ചവരുടെ എണ്ണം കുറഞ്ഞോ? ഇല്ല, അത് കൂടിക്കൊണ്ട് വന്നു. അനേക നൂറ്റാണ്ടുകളിൽ ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടിയ ഭക്തന്മാർ, മിഷണറിമാർ, അവർ ജീവിതം അവസാനിക്കുമെന്ന് അറിഞ്ഞിട്ടും പിന്നെയും കർത്താവിന് വേണ്ടി മുമ്പോട്ട് പോയി. വൈ? ബിക്കോസ് ദേ സോ ലൈഫ് ഇൻ എ വെരി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. അവർ ജീവിതത്തെ വേറൊരു വീക്ഷണത്തിൽ കൂടെ കണ്ട, നമ്മൾ കണ്ട പോലെ അല്ല കണ്ടത്. അതുകൊണ്ടാണ് പലരും കർത്താവിന് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത്. ഇന്ന് ഈ സമയം ഞാൻ ശാന്തമായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ആ വാക്യത്തിന് പൗലോസ് പറയുന്ന, പൗലോസിൻ്റെ പെർസ്പെക്റ്റീവ്, ദ പെർസ്പെക്റ്റീവ് ഓഫ് പോൾ. എനിക്ക് ഒത്തിരി ശബ്ദം പറ്റത്തില്ല, എങ്കിലും ഞാൻ വളരെ ശാന്തമായിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒന്ന്, എൻ്റെ ലൈഫ് ഷുഡ് ഹോണർ ക്രൈസ്റ്റ്. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, അത് 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഐ ഈഗർലി എക്സ്പെക്ട്, I will have the sufficient courage. Always Christ be exalted in my body, whether by life or death. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി. It should honor Christ. And the life should honor Christ. This morning I want to ask you, do you live a life with the perspective that whatever happens in my life, it should honor Christ? അത് ക്രിസ്തുവിനെ ഉയർത്തണം. ഡസൻറ്റ് മാറ്റർ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഡെത്ത് ഈസ് എ ഗെയിൻ. ഞാൻ പറയാം ജീവിക്കുന്ന എന്തിനാന്നുള്ളതിനെ പറ്റി ഞാൻ പറയാം. വിൽ കം ടു ദ ഫാക്ട് ദാറ്റ് വൈ വി ഷുഡ് ലിവ്. ബട്ട് ഹി സേ ബിക്കോസ് ഇഫ് ഐ ഡൈ ഐ വിൽ ബി വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. അത് വളരെ പ്രയോജനപരമായ കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ എന്ത് ചെയ്താലും മൈ ബോഡി ഐ നീഡ് ടു ഓണർ ഗോഡ്. നമ്പർ 2, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു. ലിവിങ് മീൻസ് ലിവിങ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ഡൈയിങ് ഈസ് ഈവൻ ബെറ്റർ. മരിക്കുക എന്ന് പറയുന്നതിലും ബെറ്ററാന്നാണ് പറയുന്നത്. നോക്കിക്കേ, ചിന്തിച്ചു നോക്കിക്കേ ആ പെർസ്പെക്റ്റീവ്. ലുക്ക് അറ്റ് ദ പെർസ്പെക്റ്റീവ്. ഹി സേസ് ഡൈയിങ് ഈസ് ഈവൻ ബെറ്റർ. He says, for to me live is Christ and to die is gain. Just like we say, put it in stock markets of money, put it in this stock, that stock, it will gain. He says dying is gain. That's what he says, because he knows that in the bigger perspective, when somebody dies, when somebody is in Christ and they die, they go to be with the Lord, which is our ultimate destiny, which is our ultimate goal. നമ്മുടെ അവസാനത്തെ ലക്ഷ്യം നമ്മുടെ കർത്താവിനോട് കൂടെ ആകുക എന്നുള്ള ആ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഒരാൾ ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളത്. കാരണം അവിടെ എത്തുക. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ടു മീ ലിവിങ്, ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നത് അതിനേക്കാളും ബെറ്റർ. ഇറ്റ് ഈസ് ഈവൻ ബെറ്റർ. അതൊരു ലാഭമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നിത്യതയെന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ അകത്തുള്ളത് മാത്രമല്ല, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇത് അനുഭവിച്ച് വേണം നമ്മൾ ജീവിക്കുവാൻ. വി നീഡ് ടു ബി എക്സ്പീരിയൻസിങ് ദിസ് ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്, നോട്ട് ബിക്കോസ് eternity is part of our Christian faith,
No, we have to experience it in every single day of our life. What that means? That means our life view will change. What that means is our perspectives will change. Where we invest our time will change. What we do will change. What we enjoy will change. നമ്മൾ എന്ത് രസിക്കും എന്നുള്ളത് മാറും. നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങൾ എന്തിൻ്റെ പുറകെ കളയുന്നു എന്നുള്ളത് മാറും. നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത് മാറും. ഞാൻ എൻ്റെ കാര്യം മാറ്റി വെച്ചിട്ടൊരു കാര്യം പറയാം. 1.5 വർഷമായിട്ട് ഒരു വളരെ ക്രൈസിസിൽ കൂടെ പോയ ഒരു വ്യക്തിയുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ജീവിക്കുന്നത് ഓരോ ദിവസവും, അവരിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർക്ക് വേറെ ഒത്തിരി ക്രൈസിസ് അവരുടെ ലൈഫിലുണ്ടായി. ഓരോ ദിവസവും ജീവിക്കുന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇന്ന് എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം. എങ്ങനെയെങ്കിലും എൻ്റെ ലൈഫ് ഇന്ന് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണം. എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. ഇനിയും എൻ്റെ പ്ലഷേഴ്സിന് വേണ്ടിയോ എൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. ഒരു ദിവസം ദൈവം ദാനമായി തരുന്നുവെങ്കിൽ ആ ദിവസം ആർക്കെങ്കിലും ഒരു അനുഗ്രഹമായി തീരണം. കാരണം എൻ്റെ സൃഷ്ടിതാവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു ദിവസം, ദ ക്രിയേറ്റർ ഹാസ് ഗിവൺ വൺ ഡേ. ആ ഡേ നീഡ്സ് ടു ബി എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. അത് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി, മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം ഇങ്ങനെയല്ലായിരുന്നു. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അടിച്ചു വരുമ്പോൾ, നമ്മുടെ ലൈഫിൽ അടിച്ചു വരുമ്പോൾ, അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഒരു ഡേയുടെ വാല്യൂ എന്താണ്, ഒരു ദിവസത്തിൻ്റെ വാല്യൂ എന്താണ്. അപ്പോൾ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ല ഇതൊന്നും വലിയ ഫോർമാറ്റിലൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഐ ജസ്റ്റ് കൺവേ ദ മെസ്സേജ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മരിക്കുന്ന ലാഭമാണ്, പക്ഷേ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി. എല്ലാ ദിവസവും ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് പറയുമ്പോൾ പറയുന്നത്, വേഴ്സ് 22, ഇഫ് ഐ ആം ഗോയിങ് ഓൺ ടു ലിവിങ് ദ ബോഡി, ദിസ് വിൽ മീൻ ഫ്രൂട്ട്ഫുൾ ലേബർ ഫോർ മീ. ഞാൻ ഈ ശരീരത്തിൽ ഇനിയും ജീവിക്കുന്നുവെങ്കിൽ അത് ഫ്രൂട്ട്ഫുൾ ലേബറിന് കാരണമാകും. യെറ്റ് വാട്ട് ഷാൽ ഐ ചൂസ്? ഐ ഡു നോട്ട് നോ. ഐ എം ടോൺ ബിറ്റ്വീൻ ദ ടു. ഐ ഡിസയർ ടു ഡിപ്പാർട്ട് ആൻഡ് ബി വിത്ത് ക്രൈസ്റ്റ് വിച്ച് ഈസ് ബെറ്റർ ബൈ ഫാർ. അപ്പോൾ അവിടെ പിന്നെയും പറയുന്നു, ഈ ശരീരം വിട്ടിട്ട് ക്രിസ്തുവിനോട് കൂടെ പോകാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാനിവിടെ ജീവിച്ചിനി ഇരുന്നാൽ അത് നല്ല പ്രവർത്തിക്ക് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി, ഇനി നല്ല പ്രവർത്തിക്ക് വേണ്ടി. ഫ്രൂട്ട്ഫുൾ ലേബർ, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി മാത്രം. ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ, ഇഫ് ഐ ലിവ്, ഇറ്റ് ഈസ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാത്രം. ഓരോ ദിവസവും എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ അനുസരിച്ച്, ബൈ ദ ഗ്രേസ് വിച്ച് ഗോഡ് ഹാസ് ഗിവൺ ടു മീ, ഐ ഹാവ് എ ഫ്രൂട്ട്ഫുൾ ലേബർ ലെഫ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അല്ലാതെ എനിക്ക് കുറെ നേടാനല്ല, ഇവിടെ എന്തൊക്കെയോ ഇനിയും കാട്ടിക്കൂട്ടാനല്ല, ഇനിയും കുറേ സ്ഥലം കൂടെ പിടിച്ചടക്കാനല്ല, അല്ലെ കുറേ കാര്യം കൂടെ ഇനിയും ചെയ്യാനല്ല. പക്ഷെ എൻ്റെ ജീവിതം ഇനി ക്രിസ്തുവിൻ്റെ സേവയ്ക്ക് അല്ലെങ്കിൽ ലേബറിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി മാത്രം. ഫോർ ദ ലേബർ ഓഫ് ക്രൈസ്റ്റ്. ലേബർ ഓഫ് ക്രൈസ്റ്റ്. ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ അടിക്കുമ്പോൾ, ഞാൻ എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് വൺ ഡേ. ഇനി ഒരു ദിവസം പോലും എനിക്ക് വേസ്റ്റ് ആക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് വൺ ഡേ. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, എല്ലാം ഇപ്പോൾ പറയുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്ക് പറ്റുന്നതൊക്കെ, ഇനി ഒന്നും പറ്റില്ലെങ്കിൽ, രാവിലെ എഴുന്നേറ്റ് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരാളെയെങ്കിലും കർത്താവിൻ്റെ സ്നേഹം, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സുവിശേഷം പറയുന്ന കാര്യം മാത്രമൊന്നുമല്ല, ആർക്കെങ്കിലും ഒരു സ്വാന്തനമാകുവാൻ കഴിയുമെങ്കിൽ, ലീഡിങ് എ ലൈഫ് വിത്ത് എറ്റേണിറ്റി പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, യു ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് ടു ഹൈഡ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ലൈഫ് ഈസ് ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദിവസം ദൈവം തരുന്നുവെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സഭയുടെ ആത്മീയ അന്തരീക്ഷം കളയരുത്. പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ അന്തരീക്ഷം കളയരുത്. അന്തരീക്ഷം പോയാൽ പിടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരമടിക്കാൻ പറ്റുമ്പോൾ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. കാരണം ഇതൊന്നും കഴിയാത്ത ഒരു സമയം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. അടുത്തത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? വാട്ട് ഹി സേസ്, അതിൻ്റെ 24-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കേണ്ടത് ഇസ് മോർ നെസസറി. ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ഫോർ യു ദാറ്റ് ഐ റിമെയിൻ ഇൻ ദ ബോഡി.
ഞാൻ ഈ ശരീരത്തിൽ ഇനിയും ഇരിക്കണമെങ്കിൽ അതിൻ്റെ റീസൺ എന്താ? നിങ്ങൾക്ക് വേണ്ടി ഇരിക്കണം. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി ഞാൻ ഇനിയും ജീവിച്ചിരിക്കണം. മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി. അതാ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് സംസാരിച്ച കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഒരു ബലത്തിന് വേണ്ടി പറഞ്ഞത് ആ വിഷയമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ. ആർക്കാ നമ്മളെ ആവശ്യം? കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട്. ലോകത്തിൽ എല്ലാവരും മറന്നു പോകും, എല്ലാവർക്കും എല്ലാവരും റിപ്ലേസ് ചെയ്യാൻ പറ്റും, നമ്മളെ എല്ലാവർക്കും റിപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ പർപ്പസ്, ദ പ്ലാൻസ്, ദ വേ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പർപ്പസ് നമ്മുടെ ലൈഫിൽ നിൽക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നമ്മുടെ കർത്താവിനാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, യു ഓൾ നോ, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ പ്രേയിങ്. 3 പ്രെയർ ലൈൻ എനിക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി റൺ ചെയ്യുന്നുണ്ട്, റൈറ്റ്, ഫോർ മൈ ഡെലിവറൻസ്. അതുപോലെ 100 കണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെയും സ്നേഹം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഹല്ലേലൂയ, എല്ലാ സ്നേഹവും മാറിപ്പോകും, എല്ലാ കരുതലുകളും മാറിപ്പോകും. പക്ഷെ മാറാത്ത ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ആ കർത്താവിൻ്റെ വാഗ്ദത്തം ഈ ലോകത്തിൽ മാത്രമല്ല. ദിസ് പ്രോമിസ് ഇസ് നോട്ട് ഓൺലി ഫോർ ദിസ് വേൾഡ്, ദിസ് പ്രോമിസ് ഇസ് ബിയോണ്ട് ദിസ് വേൾഡ്. അവൻ നമ്മളെ നിത്യതയിൽ അവനോടുകൂടെ വസിപ്പിക്കാൻ വേണ്ടിയുള്ള വാഗ്ദത്തം തന്നാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാഗ്ദത്തം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഈ ലോകത്തിലെ ജീവിതം നമുക്ക് വേണ്ടി ജീവിക്കുവാനുള്ളതല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ അസ് ടു ലീഡ് ഫോർ അവർസെൽവ്സ്, ഇറ്റ് ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയുള്ള ഒരു ജീവിതമാണ്. മറ്റുള്ളവർക്ക് ആ വാക്യങ്ങളിൽ നിങ്ങൾ ഇരുന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ആഗ്രഹം കർത്താവിനോട് കൂടെ പോകേണ്ടതാണ്, അത് കാണാത്ത ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ ഇനി ഞാൻ ഇവിടെ നിന്നാൽ, ഈ ശരീരത്തിൽ വസിച്ചാൽ, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫ്രൂട്ട്ഫുൾ ലേബർ. അത് മറ്റുള്ളവർക്കൊരു നല്ല ബെനിഫിറ്റ് ആകാൻ വേണ്ടി, അതൊരു നല്ല മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് വേണ്ടിയല്ല. ദൈവമക്കളെ, ദാറ്റ് ഷുഡ് ബി അവർ പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ്. വി ഡോണ്ട് ലിവ് ഫോർ അവർസെൽവ്സ്. Then we can make an impact. Then our life can be meaningful. Then everything we do can find purpose. നമ്മൾ ചെയ്യുന്ന സകല കാര്യത്തിൽ നമുക്ക് പർപ്പസ് കിട്ടും. നമുക്കതിനകത്ത് ഒരു മീനിങ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഓരോ ദിവസവും മേക്ക് ഷുവർ, ഞാൻ ആദ്യ സർവീസിൽ പറഞ്ഞ പോലെ, മേക്ക് ഷുവർ we are doing something positive. We are doing something for the glory of God. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയത്തില്ല. രാവിലെ എഴുന്നേറ്റ് ഒരു സഞ്ചിയിൽ ട്രാക്ടർ തൂക്കിക്കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം നമ്മളെ എല്ലാവരും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുണ്ട്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വലിയൊരു സുവിശേഷകൻ്റെ കഥ കേട്ടിട്ട് ആ സുവിശേഷകനെ പോലല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളെ ദൈവം ആ ഒരു സാഹചര്യത്തിലല്ല വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയും. വി ക്യാൻ ഡു സംതിങ്. ഞാനൊരു കാര്യം പറയട്ടെ, സിമ്പിൾ എക്സാമ്പിൾ അല്ല, സംതിങ് ഹാപ്പൻ. ഞാനിവിടെ ട്വിൻ സിറ്റീസിലെ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഡയഗ്നോസ് കഴിഞ്ഞപ്പോൾ, ആസ് എ ഡോക്ടർ വാക്ക്ഡ് ഔട്ട് ഓഫ് ദ റൂം, എ നഴ്സ് കെയിം ആൻഡ് ഷീ ന്യൂ ദാറ്റ് ദേ ബ്രോക്ക് എ ബിഗ് ന്യൂസ് അപ്പോൺ us. She asked us, what can I do for you? At that time Divya said, you can pray for us. Do you know what happened? She just held our hands and she prayed for us. First person to pray after the news was broken. After that I was thinking, wow, a random nurse, and from nowhere. And it has happened, so many things have happened. Sometimes where God has placed you, it may not be on a pulpit or something. It may not be in a place where you feel like you can do something for the Lord. It may be a place where you can make a small contribution. But let me tell you, every day we have to live for Christ. That means we are mindful about the fact that our labor is for Him. നമ്മുടെ പരിശ്രമങ്ങൾ അത് കർത്താവിന് വേണ്ടിയാണെന്നുള്ള ഒരു മുഴുവൻ ബോധ്യത്തോടെ വേണം നമ്മൾ ഈ ലൈഫ് ജീവിക്കുവാൻ. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ജീവിതം, ലൈഫ് വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ അതേഴ്സ്. കുരിത്താഴെ കൂടെ പോകുമ്പോഴേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. കടന്നു പോകുമ്പോഴേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ, ജീവിതത്തിൻ്റെ വാല്യൂ എന്താണെന്ന്. Sometimes you have to go through the valley of shadow of death before we understand what is the value of life. Before that it is all theory. പലപ്പോഴും നമുക്ക് തിയറിറ്റിക്കലായിട്ട് തോന്നും. പേടിപ്പിക്കാനല്ല പറയുന്നത്, വാലിയിൽ കൂടെ പോകാതെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
Those who understand this without having to go through the valley, I praise God for such people. Make sure that what you do is beneficial for the sake of Christ. ക്രിസ്തുവിന് മഹത്വമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ സമയം വൃഥാവായി കളയരുത്. ദൈവത്തിന് പ്രയോജനപ്പെടാത്ത കാര്യങ്ങളിൽ നമ്മുടെ സമയം കളയരുത്. Don't waste your time on things where Jesus is not going to get glory, because he paid the price for you. Life is too precious. ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then verse 25, Paul says, convinced of this, I know that I will remain, and I will continue with all of you for your progress and joy of the faith. I will continue to remain alive so that I can help all of you grow and experience the joy of your faith. പൗലോസ് അപ്പോസ്തലൻ്റെ ആ ആഗ്രഹം, അതാണ് എൻ്റെ ആഗ്രഹം, അതാണ്, that is what my desire, and that what the Lord told me about, to put the word in my heart. If I remain, it is not for me. It is not for, okay, there are certain things I was planning to do and I have not done. No. If I remain, it is so that I can be of benefit for others. I can help someone grow and experience the joy of faith. വിശ്വാസത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ, അനേകരെ വളരുവാൻ സഹായിക്കുവാൻ, അതാണ് എൻ്റെ ആഗ്രഹം. That is my desire. That's why I am confident that I will remain. പൗലോസ് അപ്പോസ്തലന്റെ പെർസ്പെക്റ്റീവ്, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്നല്ല. എൻ്റെ ജീവിതം മുഴുവൻ തന്നെ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ എറിഞ്ഞിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇനിയും എൻ്റെ ജീവിതമെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി. മൈ ലൈഫ് ഈസ് ഫോർ ക്രൈസ്റ്റ്. ലുക്ക് അറ്റ് ദ വേൾഡ് ഈസ് ഇൻ എ ക്രൈസിസ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ സർപ്രൈസിങ് ഫാക്ടർ ഒന്നുമില്ല. ഇറ്റ് ഇസ് നോട്ട് എ സർപ്രൈസിങ് ഫാക്ടർ വെൻ ഐ സേ ദാറ്റ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഈസ് അറ്റ് ഹാൻഡ്. കർത്താവ് എത്രയും പെട്ടെന്ന് വരാറായി. റൈറ്റ്? ഞാനും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് ഇന്ന് വന്നിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു തന്നെ. Right? Because I was just thinking, if you come today, what a great it would have been. No need of treatment. ഇതൊന്നും ഡീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. Nothing has to be dealt, Maybe you feel like it's a selfish thinking, but no, that was a real thinking. And we know that Christ is going to come. കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കും നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ, ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഇനി എന്നാ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടത്? If you don't live for Christ now, when are we going to live for Christ? If our life is not thrown at his feet now, when are we going to throw our entire life at his feet? I know that I am addressing the church. I know that you all have committed your life to Christ. But I want to just encourage you by saying that 100% let us live and give our life to Christ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന കാര്യത്തിൽ 100% നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം. Let us live 100% for Christ. Because if I live, it is a gain for others. Dying is a gain for me because I will be with Christ. But if I continue to live, literally it's going to be gain for others. അത് മറ്റുള്ളവർക്ക് ഒരു ബെനിഫിറ്റ് ആകും. കാരണം എൻ്റെ ലേബർ കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും കാരണമായി തീരും. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ അതേഴ്സ് ബീങ് എഡിഫൈഡ്, അതേഴ്സ് ബീങ് സ്ട്രെങ്തൻഡ് ഇൻ ഫെയ്ത്ത്. അതുകൊണ്ട് ഞാൻ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഐ ഡിസയർ ടു കണ്ടിന്യൂ. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ലേബർ ഇവിടെ തീർന്നിട്ടില്ല, എൻ്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, അല്ലെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം തീർന്നിട്ടില്ല. അതുകൊണ്ട് ഐ വോണ്ട് ടു കണ്ടിന്യൂ ബിക്കോസ് ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് അതൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടി. Verses 26 അവിടെ പറയുന്നു, so that through my being with you again your boasting in Christ Jesus will abound on account of me. People will be able to pride in Christ because of me. That's what Paul says. നമ്മുടെ ലൈഫ്, our life, it is for Christ. I'm giving you a simple message, but there is a lot of depth I understood in the last 1 month. I don't know whether I'm able to convey it in the way it should be conveyed.
But this is what I say. This is what I want to say. For a Christian, for a child of God, this is not our permanent address. We struggle here in many ways. There are many people who are going through a lot of difficult situations than us, tragic things. We don't have answers. We don't have answers. The other day, I heard of things and I was just thinking, Lord, my problem is nothing compared to a lot of those problems. കർത്താവ് എൻ്റെ പ്രശ്നമൊന്നും വലിയ പ്രശ്നമല്ലല്ലോ എന്ന് ഞാൻ പലതും കേട്ടപ്പോൾ എനിക്ക് തോന്നി. But we have an opportunity. Every one of us has been given opportunity to make a difference. We have been given an opportunity to make a difference. നമുക്കൊരു അവസരം കർത്താവ് തന്നിട്ടുണ്ട് ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ. എന്താണ് വ്യത്യാസം ഉണ്ടാക്കേണ്ടത്? What is the difference? We can live for Christ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. എന്താണ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ദൈവം തരുന്ന ആയുസ്. ഞാൻ പറഞ്ഞല്ലോ 25 വർഷം. 25 വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏജ് അല്ല, 25 years ഈ ഫെയ്ത്തിൽ ദൈവം എന്നെ സഹായിച്ചു. കർത്താവ് ഇനിയും സമയം തരുമ്പോൾ ഞാൻ കഴിഞ്ഞ 25 വർഷം പോലെയല്ല. കർത്താവിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നത് ആരും അറിഞ്ഞില്ലെങ്കിലും, I was of the thought, ഞാൻ ചിലരോട് പറഞ്ഞു, ഞാൻ ചിന്തിച്ച് നമ്മുടെ മിനസോട്ടയിലൊരു ചെറിയ ചർച്ച്, എന്നെ അങ്ങനെ ആർക്കും അറിയത്തില്ല, റൈറ്റ്? കുറച്ച് കാര്യങ്ങളൊക്കെ കഴിവതും കർത്താവിന് വേണ്ടി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പല രാജ്യങ്ങളിലെ different nations, there were things going on and I was doing some projects. I thought that's good enough. People should not know you. ആൾക്കാർ അധികം നിങ്ങളെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. Lead a quiet life and just do what you want to do. But Lord decided something else. കർത്താവിന് വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നു. That's why he created. Now sometimes I feel like I became famous for not because of so much prayer requests being shared. ഒത്തിരി പേര് പ്രാർത്ഥന റിക്വസ്റ്റ്, people who didn't even know me now know me for a different reason. But I know God has a plan and purpose. His plans are not our plans. നമ്മുടെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത. പക്ഷെ നമ്മളെ ദൈവം ആക്കി നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്, ഈ ഒരു ജീവിതം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ഓരോ ഡേയും നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ, വിത്തൗട്ട് വേസ്റ്റിംഗ് അവർ ടൈം. കളിപ്പിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ആരെയും പറ്റിക്കാനുള്ള സമയമല്ലിത്. സിൻസിയറായിട്ട് കർത്താവിൻ്റെ പിന്നാലെ പിൻപറ്റുവാൻ, നമുക്ക് കഴിയുന്നത് ചെയ്യുവാൻ. What we can do to do that. What is in our capacity to do that. Faithfully living a life, വിശ്വസ്തയോടെ ജീവിക്കുവാൻ. Let us surrender our lives in the hands of the Lord. Let us surrender ourselves. കെട്ടുകഥകൾക്കെല്ലാം പരിമിതികളുണ്ട്. വലിയ വലിയ വാക്കുകൾ പറയുന്നതിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി നാം ജീവിച്ചാൽ നിത്യതയുടെ പുലരിയിൽ നാം ലജ്ജിച്ചു പോകാതെ ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയും. We will be able to stand, we will be shining as stars on the dawn of the day if we faithfully lead a life for Christ in this world. Things will all pass away. All manipulations, all crookedness, all trickiness, this is all has an expiry date in this world. But one thing which will remain in eternity is our life which we led for Christ. അല്ലേ? എല്ലാ ലൊട്ടുലുടുക്ക് കാര്യങ്ങളും, ഇവിടുത്തെ ഈ രഹസ്യം, ഹാസ്യവും, ഇതിനെല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഇവിടെ ഈ ലോകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിത്യതയോടെ നിലനിൽക്കാൻ പോകുന്ന ഒന്നെന്നറിയാമോ? നമ്മൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ അവന് വേണ്ടി ജീവിച്ച സമയങ്ങൾ. ഈ ജീവിതം, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കൗണ്ടഡ്. ഓൾ ദ കിഡ്സ് ഹു ആർ ലിസണിങ് ടു മീ, ഐ വാണ്ട് ടു ടെൽ യു, ലിസൺ ടു മീ കെയർഫുള്ളി. God has a purpose. I'm telling you from my experience now of 1 month what God has taught me. Every day matters. Every day matters. Every day counts. Make sure you're living a life every single day. At the end of the day, you should be able to look back and smile at your day and thank God, saying, this day was not wasted. God gave me this day as a gift and I used it for His glory.
I led my life a pleasing day. It was a pleasing day in the presence of the Lord. നമുക്ക് പുറമോട്ട് നോക്കിയിട്ട് പറയാൻ പറ്റണം, ഓരോ ദിവസത്തെ നോക്കി പുഞ്ചിരിക്കാൻ പറ്റണം. ഇന്നത്തെ ദിവസം കർത്താവ് എനിക്ക് ദാനമായി തന്നു, ഇത് ഞാൻ വേസ്റ്റാക്കി കളഞ്ഞില്ല. ഈ ദിവസം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ചു. I led a life for the glory of God. I used my day. നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, ജോലി സ്ഥാനങ്ങളിൽ, in your workplace, in your school, pass on a smile, pass a word of encouragement, pass on something, do something. Ask God, God, what is it that you want me to do today? That's something I do now. You know, the thing the ministry or whatever, I won't call it as a ministry. What I was able to do last 1 month, I didn't do last 25 years. And I'm glad about that. I'm glad about that. You know why? Because God led me through a new experience where I was able to do things I never did. But when life hits you, that's where you see the hand of God. അവിടാണ് ദൈവത്തിൻ്റെ കരം നമ്മൾ കാണുന്നത്. And now, every single day I actually think about it. Lord, what is it that I can do today? Sometimes, when I was in the hospital, I would get up in the morning very early and I just pray, Lord, give me one opportunity to do something today. And when I didn't find, I started finding things. If nothing else, I want to do something. I want to live for Christ. Every single day, my life is going to be for Christ. Whatever may happen, I want to do this, make sure that this life counts for Christ. ഈ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ആണെന്നുള്ളത് അതെനിക്ക് മേക്ക് ഷുവർ ചെയ്യണം. ലെറ്റ് മീ എൻകറേജ് യു, മേക്ക് ഷുവർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സിറ്റിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വീക്കാണ് ഈ വീക്ക്. പ്രാർത്ഥിക്കുക. I know you all are praying for me, but we are all going through different challenges. നമ്മൾ ഒത്തിരി പലരും ചലഞ്ചസിൽ കൂടെ പോകണം. When I was in the hospital, one thing which was in my heart was like, Lord, പലരും രോഗത്താൽ പല പ്രയാസങ്ങളുണ്ട്. പക്ഷേ എനിക്ക് നല്ല ബോധ്യമുണ്ട്, we are going to come out of it. ഇതിനകത്ത് നമ്മൾ പുറത്ത് വരും. നമുക്കൊരു ജയം മുമ്പിലുണ്ട്. നമുക്ക് മുമ്പിൽ ഒരു ജയമുണ്ട്. ആരും അധൈര്യപ്പെട്ടു പോകരുത്. രോഗങ്ങളോ പ്രയാസങ്ങളോ വന്നെന്ന് പറഞ്ഞാൽ ആരും അധൈര്യപ്പെട്ടു പോകരുത്. ഡോണ്ട് ബി ഡിസ്കറേജ് ആകെ പോകരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഞാൻ പ്രസംഗിക്കും പറഞ്ഞിട്ടുണ്ട്, പിശാചിൻ്റെ ആയുധങ്ങളിൽ ഏറ്റവും വലിയ ആയുധമാണ് നിരാശയുടെ വാക്കുകൾ. ദാറ്റ് ഈസ് ഹിസ് ബിഗ്ഗസ്റ്റ് വെപ്പൺ. ഹി വിൽ സെൻഡ് ഡാർട്സ് ഓഫ് ഡിസ്കറേജ്മെൻറ്റ്. അവിടെയാണ് നമുക്ക് വിശ്വാസത്തിൻ്റെ പരിചയം എടുത്ത് അതിനെ കൗണ്ടർ ചെയ്യേണ്ടത്. വി ഹാവ് ടു ടേക്ക് അപ്പ് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് കൗണ്ടർ ഇറ്റ്. ഏത് നിരാശയുടെ വാക്കുകൾ നമുക്കെതിരെ വരുമ്പോഴും നമ്മൾ എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തിൻ്റെ ആ പരിചയം എടുത്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ അതിനെ കറക്കണം. കണ്ടിന്യൂ ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ നമ്മൾ മുന്നേറണം. ആത്മാവിൽ പോരാടണം. വി ആർ ഇൻ എ വാർഫെയർ. നമ്മളൊരു യുദ്ധത്തിലാണ്. നമ്മൾ പല മണ്ഡലങ്ങളിൽ ഒരു യുദ്ധത്തിനകത്താണ്. പക്ഷേ ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ, ഇഫ് യു നോട്ട് ടു കം ഔട്ട് വിക്ടോറിയസ്, ആത്മാവിലുള്ള പോരാട്ടം നമുക്ക് അതിനകത്ത് മുന്നേറേണ്ടത് ആവശ്യമാണ്. വി ഹാവ് ടു wage the battle in the spiritual realms. What we see in the natural is not what is actually happening. There is a battle going on in the supernatural realm. അത് ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം പലവട്ടം അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ ചില കാര്യങ്ങൾ പ്രൊക്ലെയിം ചെയ്ത് അതായ പഴുതി നടന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. What is happening in the supernatural realm is being reflected in the natural realm. അദൃശ്യമായി നമുക്ക് കാണാത്തൊരു റെലമിൽ നടക്കുന്ന പല കാര്യങ്ങളും അത് ഇപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ നമുക്ക് ജയമുണ്ട്. There is a victory. യുദ്ധത്തിൽ ജയമുണ്ട്. പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറണം. We have to continue in the prayer. We have to continue in this because once we overcome this, there is a greater reward awaiting. ഇതിൻ്റെ അപ്പുറത്തൊരു വലിയ ഒരു ജയം ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. There is a greater reward. നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുടെ മേലുള്ള മറുപടി ദൈവം നമുക്ക് തരുന്നുണ്ട്. God is going to give us answer to many of the things we have been praying. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഹല്ലേലൂയ. ഇത് ഞാൻ ചുമ്മാ രസിപ്പിക്കാൻ വേണ്ടി പറയുമല്ല, ആത്മനിയോഗത്തോടെ പറയുന്നു. നമ്മൾ ചില നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള മറുപടി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കടക്കേണ്ട ചില ചെങ്കടലിൻ്റെ അനുഭവമാണിത്, ചില യോർദാൻ്റെ അനുഭവങ്ങളാണിത്. പക്ഷെ ഇത് നമ്മൾ ഓവർകം ചെയ്യും. വി വിൽ ഓവർകം ദിസ്, വി വിൽ ക്രോസ് ഓവർ ദിസ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാമോ? അതിൻ്റെ കാരണം ഇതാണ്, നമ്മളോട് കൂടെ നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് വിത്ത് us. നമ്മളെ ഇറക്കിയപ്പോൾ, ഞാൻ പറയട്ടെ, എൻ്റെ ഈ യാത്രയിൽ ദൈവം ഇറക്കിയപ്പോൾ വെറുതെ ഇറക്കിയതല്ല, ഒരു ദിവസം വന്ന് ഹിറ്റ് ചെയ്തതല്ല. വ്യക്തമായി സംസാരിച്ച് ദൈവം ഇറക്കിയെങ്കിൽ ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. Our God is a God who cares for us. That's why he spoke to us and led us. അതുകൊണ്ടാണ് അവൻ സംസാരിച്ച് നമ്മളെ ഇറക്കി തിരിച്ചത്. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് we have a reference point. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാം.
ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. Someone said it is far harder to live for Christ moment by moment than it is to die once for him. ക്രിസ്തുവിന് വേണ്ടി എല്ലാ ദിവസവും ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. മരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് ഒരാൾ പറഞ്ഞു. If we wait for great occasions in which to display our fidelity, we shall find that our life has slipped away. നമ്മൾ വലിയൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. And with it the opportunities which each hour has brought of proving our love for the Lord by being faithful in that which is least. ഓരോ മണിക്കൂറും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ് ചെയ്യാതെ ഓരോ ദിവസവും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം. I know I'm speaking to people who are leading a life for Christ. പക്ഷേ എനിക്കിന്ന് പകലൊരു നിയോഗം ഉള്ളത്, നമുക്ക് നമ്മുടെ ലൈഫ് ലെറ്റ്സ് മേക്ക് ഇറ്റ് കൗണ്ട് ഇൻ എ സ്മോൾ വേ, ഇൻ എ ബിഗ് വേ. ചെറിയ രീതിയിൽ, വലിയ രീതിയിൽ. എവറി മോർണിംഗ് വെൻ വി വേക്ക് അപ്പ്, that should be our desire. കർത്താവേ, I want to lead for you, life for you. Yeah, I have my own plans. അവിടെ പോകാം, ഇവിടെ പോകാം, മാലിപ്പാം, വാളിപ്പാം, അവിടെയൊക്കെ പാം, അതൊക്കെ നടന്നോട്ടെ. പക്ഷെ നമ്മുടെ അകത്തൊരാഗ്രഹം വേണം, കർത്താവേ, ഇന്നെനിക്കൊരു ദിവസം ദൈവം തന്നെങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം. I want to live for you. പൗലോസ് അപ്പോസ്തലന്റെ പെർസ്പെക്റ്റീവ്, മരിക്കുന്ന ലാഭമാണ്, പക്ഷെ ഞാൻ ജീവിക്കും. കാരണം എന്തറിയാമോ? കർത്താവിന് വേണ്ടി എനിക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. I will live. Death is gain, but still I will live because I have more fruitful labor left for me, in front of me. That is the reason why I want to live. പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ല, ഓക്കെ എനിക്ക് അവിടെ പോകണം, റോമിൽ പോകണം, മറ്റേടത്ത് പോകണം, മറിച്ച് തരണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, 10 സഭകൾ സ്ഥാപിക്കാനുണ്ട്. അതൊന്നുമല്ല വിഷയം. That is not the matter. അല്ല എന്തെങ്കിലുമൊക്കെ നേടാനുണ്ട്, വീട് പണിയാനുണ്ട്. നോ, that is not the problem. That is not the reason. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് ഞാൻ ജീവിക്കും. അതുകൊണ്ട് ഫ്രൂട്ട്ഫുൾ ലേബർ, കർത്താവ് എനിക്ക് തരുന്ന ആയുഷ്, ഇറ്റ് ഈസ് ഫോർ ദ ഫ്രൂട്ട്ഫുൾ ലേബർ ഫോർ ഹിം. ഇഫ് ഹി ഗിവ്സ് മീ എ ലൈഫ്, ഇറ്റ് ഈസ് ഫോർ ദ ഫ്രൂട്ട്ഫുൾ ലേബർ. If he, even though he says very plainly, the gain is to die, but living is for him. This morning, church, let me remind you, if we live, it is for Christ. നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി. Can we all close our eyes? എല്ലാ കണ്ണുകളും അടയട്ടെ. I want everybody to stand up where you are. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. Praise God. I know you all are leading a life for Christ. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൻ്റെ മുമ്പ് ഞാൻ ഒന്നും കൂടെ ചോദിക്കുന്നു, നിങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിക്കുമോ? നിങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുമോ? എല്ലാ ദിവസവും എന്തൊക്കെയോ ചെയ്തു, ജോലിക്ക് പോയി വന്നു, we went to the work, we came back, we did what we could do എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിനേക്കാൾ അപ്പുറത്ത്, കർത്താവേ, ഓരോ ദിവസവും എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. I want to live for Christ. ഒരു ദിവസം കർത്താവ് തരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ അപ്പൻ്റെ ഉദ്ദേശം നിവൃത്തിയാക്കണം. I want to fulfill the plan of God. എൻ്റെ അപ്പൻ്റെ ഹിതം എനിക്ക് ചെയ്യണം. ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഞാൻ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ട് പാടുമ്പോൾ, when I sing this song, I want everybody to just surrender. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ പറഞ്ഞില്ല, ഇനിയും അടുത്ത ഒരു മെസ്സേജ് ഇനി എന്നാ തരുന്നതെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് അവസരം തരും. പക്ഷേ I want to give you a call. Every single day, let us give our life to the Lord. നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഒന്ന് കൊടുക്കാം. Youngsters, children, everyone, let us surrender our life. And let us give our lives in the hands of the Lord.
ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. ലോകത്തിൻ മോഹങ്ങളിൽ നീങ്ങി പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. ലോകത്തിൻ മോഹങ്ങളിൽ നീങ്ങി പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എൻ്റെ ദൈവത്തിൻ സന്നിധി ഞാൻ ചെന്നു. നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എൻ്റെ ദൈവത്തിൻ സന്നിധി ഞാൻ ചെന്നു. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. എന്നെ സ്നേഹിപ്പാൻ യേശു ഭൂവിൽ വന്നു. എൻ്റെ പേർക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. എന്നെ സ്നേഹിപ്പാൻ യേശു ഭൂവിൽ വന്നു. എൻ പേർക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. തൻ്റെ തിരുരക്തമെനിക്കായി ചിന്തി. എന്തോരത്ഭുതമേ മഹൽ സ്നേഹ. തൻ്റെ തിരുരക്തമെനിക്കായി ചിന്തി. എന്തോരത്ഭുതമേ മഹൽ സ്നേഹ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം.
നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്ക് ദുർലാഭം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ക്രിസ്തുവിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നത് ലാഭം. If I live, it is for Christ. If I die, it is gain. Doesn't matter. Every day of my life, which is a gift from the Lord, I want to live for Christ. ഓരോ ദിവസവും കർത്താവ് എനിക്ക് തരുന്നത്, ഇനി കർത്താവിന് വേണ്ടി ജീവിക്കണം. ആ ഒരു സമർപ്പണത്തോടെ നമുക്ക് ഇന്ന് പകൽ ദൈവസന്നിധാനത്തിലായിരിക്കാം. I want to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. Gracious Heavenly Father, I just want to thank you for everyone in the church. ഒരിക്കൽ കൂടെ കർത്താവ് ഈ സഭയിലുള്ള ഓരോ കുടുംബങ്ങളെയും വ്യക്തിത്വങ്ങളെയും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കണം. Lord, we are together going through a difficult situation, but we know that you are in control of everything. കർത്താവേ, അങ്ങ് സകലത്തിന്റെ മേലും കൺട്രോൾ എടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ. നിന്റെ ഒരു വാക്കുമതി കർത്താവേ, ഞങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, നിന്റെ ബലം നിന്റെ ജനത്തിന്റെ മേൽ പകരണമേ. I especially pray for all our children, Lord. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Lord, I pray as some of the schools are starting this week, and some of them are starting their school in the coming week, Lord. I pray for your blessing upon every children. I bless them and I pray. ഓരോ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. I pray for children who are going to the school physically. I pray for children who may be attending remotely or from homes, Lord. I just pray, Lord, that you will bless everyone. കർത്താവ് അവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I just pray, God, that this school year will be a blessing in everyone's life. ഈ വർഷം, Lord, let all of our children experience your favor and your blessings upon them as they go to the school. Lord, as COVID is increasing, Lord, we pray that keep all our children safe. കുഞ്ഞുങ്ങളെല്ലാം ദൈവം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണമേ. ആർക്കും അസുഖം വരാതെ കർത്താവ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. I bless them and I pray that your blessings will continue to be upon everyone. കർത്താവേ, this week as the merge week is going on, കർത്താവേ, ഞാൻ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി വോളണ്ടറി ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ. We pray for your blessing upon all those matters. Let this week be a week where we will see many souls coming to the kingdom of God. അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്ന ഒരു ആഴ്ചയാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. We just thank you for everything. എല്ലാത്തിനും നന്ദി പറയുന്നു കർത്താവേ. Lord, I entrust this entire congregation to thy hands, Lord. Lord, as I will be probably, Lord, I don't know your plans, but I may be away for a little bit more time. Lord, I pray for your protection. കർത്താവേ, ഒന്നിനെ പോലും ദുഷ്ടൻ തൊടുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരുടെ മേലും ശത്രുവാധിപത്യം വെക്കാതെ കർത്താവേ, ഓരോരുത്തരെയും ദൈവത്തിന്റെ കൃപയിൽ പൊതിയണം. യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര ഓരോ ഭവനത്തിലും ഉണ്ടായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരുടെയും ജീവിതത്തിൽ ശത്രുവിന്റെ തന്ത്രങ്ങൾ ഏശാതവണ്ണം ദൈവം എല്ലാവരെയും പരിപാലിക്കണമേ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. സൗഖ്യവും സമാധാനവും ദൈവകൃപയും ഓരോ ഭവനങ്ങളും നിലനിൽക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. Blessed be your name. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, in order to lead a life for Christ, കർത്താവ് എല്ലാവരെയും സഹായിക്കും, കൃപയിൽ പൊതിയും.
Thank you for this time. Thank you for this blessed time. In Jesus' name we pray. Amen. Amen. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഐ നോ ദാറ്റ് ഐ ടുക്ക് ലിറ്റിൽ ബിറ്റ് ടൈം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. കണ്ടിന്യൂ ടു പ്രേ. കർത്താവ് ബലപ്പെടുത്തുമെങ്കിൽ ഇനിയും കർത്താവ് അടുത്ത അവസരം തരുമ്പോൾ നിങ്ങളോടൊപ്പം കടന്നു വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതുവരെ ആയിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം ദൈവം നമ്മളെല്ലാവരെയും പരിപാലിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും വരാതെ കർത്താവ് എല്ലാവരും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. God bless you all. God's blessings be upon everyone. Amen.